ചോറിനും ചപ്പാത്തിക്കൊക്കെ സൈഡായിട്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഒരു സവാളയുടെ പകുതിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി വേണം. തക്കാളി ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതി മതി. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അത് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വെന്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നോർമൽ മസാലപ്പൊടികളെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് മസാലക്കുത്തൊന്നും ഉണ്ടാവില്ല ഈ ഒരു ഐറ്റത്തിന്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് 2 കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് പകുതി മാത്രം കട്ട് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, അതുകൂടെ ചേർക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ അത് മല്ലിയിലയാണ്. മല്ലിയില ഒരുപാടൊന്നും വേണ്ട, ഒരുപാട് ചേർത്താലും ഒരുപാട് കുത്തു വരും. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില മതി കേട്ടോ. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ഒരു മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും ഈ ഒരു ടൈപ്പിൽ സിമ്പിളായിട്ട് ചോറിനൊക്കെ എന്ത് ഉണ്ടാക്കുന്ന ആലോചിക്കുന്നവർക്ക് പറ്റിയ റെസിപ്പിയാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ.